നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും മറ്റും വിശ്വസിക്കുന്ന എൻ്റെ നല്ലവരായ നാട്ടുകാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ ദശയും അതിൻ്റെ ഫലങ്ങളുമാകുന്നു. ചോതി നക്ഷത്രം തുലാക്കൂറിലാണ് ജനിക്കുന്നത്. ചോതി നക്ഷത്രാധിപൻ സർപ്പനും രാശി തുലാൻ രാശിയുമാണ്. ശുക്രന്റെ വീട്ടിൽ, അതായത് തുലാൻ രാശി. ചോതി നക്ഷത്ര ജാതകർ പൊതുവെ കലാകാരന്മാരും പ്രശസ്തരും കീർത്തിമാന്മാരും നിയമം കൈകാര്യം ചെയ്യുന്നവരും ന്യായം പറയുന്നവരും സത്യസന്ധന്മാരും വ്യവസായ പ്രമുഖരും കൂടുതൽ വിദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും ആയിരിക്കും. ഇവർ നിയമത്തിനും ന്യായത്തിനും എപ്പോഴും അനുകൂലമായി തന്നെ ഇരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇതിൽ നിന്നുണ്ടാകുകയില്ല. പ്രകൃതി സ്നേഹം, കുടുംബ സ്നേഹം, ബന്ധു സ്നേഹം, സ്വന്തം അയൽ പക്കത്തുള്ളവരെ സ്നേഹിക്കുക, മറ്റു സഹജീവികളെ സ്നേഹിക്കുക, പ്രത്യേകിച്ച് ജന്തുക്കളെ സ്നേഹിക്കുക, ഇവയെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ഇവർ പൊതുവെ ചിത്രകാരന്മാരായിരിക്കും, ചിലർ ഗായകരായിരിക്കും, ചിലർ വളരെ പ്രശസ്തമായ എഴുത്തുകാരും രാജ്യ തന്ത്രജ്ഞന്മാരുമായിരിക്കും. പൊതുവെ ഇവർ ജനിക്കുന്നത് രാഹുർ ദശയിലാണ്. രാഹു 18 കൊല്ലമാണ് രാഹുർ ദശ. പക്ഷെ 4 പാദങ്ങളുള്ള നക്ഷത്രങ്ങളാണ്. മറ്റു നക്ഷത്രങ്ങളെ പോലെ 4 പാദങ്ങളുള്ള നക്ഷത്രമാണ് ഇത്. 1-ാം പാദത്തിൽ ജനിച്ച ഏതാണ്ട് 18 കൊല്ലവും 2-ാം പാദത്തിൽ ജനിച്ച ഏതാണ്ട് 15 കൊല്ലവും 3-ാം പാദത്തിൽ ജനിച്ച ഏതാണ്ട് 8, 7, 6 ഇങ്ങനെ വരും. 4-ാം പാദത്തിൽ ജനിച്ചാൽ 5, 6, 5, 4, 1 ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു കണക്കിൽ ഒരു 10 വർഷം ജനനശിഷ്ടം എടുക്കാം. കറക്റ്റ് അല്ല, ജാതകപ്രകാരം മാറ്റങ്ങൾ വരും. എങ്കിലും 10 കൊല്ലം രാഹുർ ദശ. ഈ ദശയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് ആദ്യത്തെ 1.5-2 വർഷം ബാലപീഡകൾ ഉണ്ടായിരിക്കും. കരപ്പൻ, പനി, മഞ്ഞപ്പിത്തം എന്നിവയെല്ലാം ബാല്യത്തിൽ അനുഭവിക്കും. 3, 5, 7, 9 ഈ കാലങ്ങളിൽ വിദ്യാവിജയവും കുടുംബത്തിൽ ബന്ധുസമാഗമവും സഹോദര ബന്ധത്തിലുള്ളവർക്ക് കുടുംബജീവിത പുഷ്ടിയും അനുഭവിക്കേണ്ടി വരും. കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചൊറിച്ചിൽ, അലർജി തുടങ്ങിയ അസുഖങ്ങൾ കാണും. അതുകൊണ്ട് ഈ കാലഘട്ടം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർപ്പ ആരാധന, സർപ്പപ്രീതി, സർപ്പപൂജകൾ എന്നിവ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. സർപ്പക്ഷേത്രങ്ങളുള്ളവർ അവിടെ പോയി ഇവരുടെ പേരിൽ പ്രത്യേക അർച്ചന വഴിപാടുകളും നടത്താം. അത് കഴിഞ്ഞാൽ വ്യാഴദശ 16 കൊല്ലം, അതായത് ഏതാണ്ട് 26 വയസ്സ് വരെ നമുക്ക് സ്വീകരിക്കാം. വ്യാഴദശാകാലത്ത് സ്ത്രീക്കും പുരുഷനും ഭേദവ്യത്യാസമില്ലാതെ പഠനം, കീർത്തി, ഉദ്യോഗം, സ്ത്രീകൾക്ക് നിർബന്ധമായ വിവാഹം എന്നിവ ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കും. 15, 17, 19, 22 ഈ കാലങ്ങളിൽ സ്ത്രീകൾക്ക് പഠന പൂർത്തീകരണം ഏതാണ്ട് 70% വരെ പഠന പൂർത്തീകരണവും 22-നും 24-നും മധ്യേ അവർക്ക് വിവാഹയോഗവും ഫലം. പുരുഷനാണെങ്കിൽ 23,
24-ൽ ഉദ്യോഗവും 25-26 വിവാഹത്തിന് ഒരു യോഗം കാണപ്പെടുന്നു. വ്യാഴന്റെ നല്ല ഐശ്വര്യവും അനുഗ്രഹവും കിട്ടാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും കൃഷ്ണന് പാൽപായസവും ഒപ്പം മറ്റ് ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയി ജലധാര, മൃത്യുഞ്ജയാർച്ചന, മറ്റു വഴിപാടുകളും നടത്തിക്കൊള്ളേണ്ടത് അത്യാവശ്യമാകുന്നു. അടുത്തത് ശനിദശ 19 കൊല്ലം. അതായത് ശനിദശയുടെ തുടക്കത്തിൽ അല്പ അരിഷ്ടതയെങ്കിലും 32, 35, 38, 40, 45, 50 ഈ കാലങ്ങളിൽ ഇവർക്ക് വളരെ സുഖപ്രാപ്തിയും ഐശ്വര്യവും ആയിരിക്കും. തുലാം രാശിയുടെ ഏറ്റവും ബലം കൊടുക്കുന്ന ഗ്രഹമാണ് ശനി. തുലാം രാശിയിൽ ശനി ഉച്ചനും മേടൻ രാശിയിൽ ശനി നീചനുമാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് ശനിദശ പൊതുവെ നന്നായിരിക്കും. ഈ കാലഘട്ടത്തിൽ ശനിദശ കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് ഐശ്വര്യം, അവർക്ക് പഠന പൂർത്തീകരണം, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള തുടക്കം, അവർക്ക് ഉദ്യോഗം, പുതുഗ്രഹ പ്രവേശനം, വാഹന മാനസ സൗഭാഗ്യം എന്നിവയെല്ലാം ശനിദശയിൽ ഇവർക്ക് അനുഭവം വരും. അതുപോലെ തന്നെ പഴയ ഭൂമി ലാഭങ്ങളും പഴയതായി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമിയോ ദ്രവ്യങ്ങളോ വീടോ എല്ലാം തിരിച്ചെടുക്കാനുള്ള യോഗവും ശനിദശ നൽകപ്പെടും. അടുത്ത ദശ എന്ന് പറയുന്നത് ബുധദശയാണ്, 17 കൊല്ലം. അപ്പം ബുധൻ ആദ്യത്തെ 1-2 കൊല്ലം അത്ര നന്നായിരിക്കില്ല. ശേഷം ധനാഭിവൃദ്ധി, കുടുംബത്തിന് മംഗളകർമ്മം, പുതിയ ഗ്രഹം, വാഹന മാനസ സൗഭാഗ്യം, സൽകീർത്തി, സന്താനങ്ങൾക്ക് ഐശ്വര്യവും അവർക്ക് പുത്രപൗത്രാദി സൗഖ്യവും ബന്ധുജന സമാഗമവും വിദേശ സ്വദേശവാസങ്ങളും ഈ ദശ അനുഭവപ്പെടും. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ഹനുമാന് വടമാല, മഹാവിഷ്ണുവിന് പാൽപായസം, ഗണപതിക്ക് അർച്ചന, ആരാധന എന്നിവ നൽകിക്കൊള്ളേണ്ടതാകുന്നു. അടുത്ത ദശ 7 കൊല്ലം കേതുദശ. കേതുദശ ഏതാണ്ട് മധ്യമ ഭാഗ്യങ്ങൾ നൽകപ്പെടും. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ശുക്രദശ ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യും. ഇങ്ങനെ ഇവരുടെ ദശകൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം സർപ്പദശയിലാണല്ലോ ജനിച്ചത്. സർപ്പത്തിന്റെ പ്രീതിക്ക് വേണ്ടി ആയില്യ പൂജയും 100 പാലും നൽകുകയും അടുത്ത് വ്യാഴന്റെ ബലത്തിന് വേണ്ടി കൃഷ്ണഭജനം, കൃഷ്ണക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവയും, അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ. ശനിദശയ്ക്ക് തൃപ്തിക്ക് വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം, ഹനുമാൻ ക്ഷേത്ര ദർശനം എന്നിവ അത്യാവശ്യമാകുന്നു. അത് കഴിഞ്ഞാൽ ബുധദശ. ബുധദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ഹനുമാൻ വടമാല, നിവേദ്യങ്ങൾ എന്നിവ കൊടുക്കുകയും അടുത്ത് കേതുദശ. കേതുദശയ്ക്ക് ഗണപതിയെയും സർപ്പത്തിനെയും പൂജിക്കുക. അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശ. ശുക്രദശയിൽ ദേവിക്ക് കുങ്കുമാർച്ചന, കൃഷ്ണന് പാൽപായസം, ആയില്യം തോറും പൂജ, അർച്ചന എന്നിവ നൽകി ദോഷങ്ങൾ മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ചോതി നക്ഷത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ചോറ്റിനടക്കുകയില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. ഏറെക്കുറെ എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നീതിമാന്മാരും സത്യസന്ധന്മാരുടെയും കലാകാരന്മാരുടെയും ഒരു നിര തന്നെ ഇതിന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ
ഇവർ അണിയേണ്ട രത്നങ്ങൾ. സർപ്പദശയിൽ ഗോമേതകവും, അത് കഴിഞ്ഞ് വരുന്ന വ്യാഴദശയിൽ പുഷ്യരാഗവും, ശനിദശയിൽ ഇന്ദ്രനീലവും, ബുധദശയിൽ മരതകവും, കേതുദശയിൽ വൈദൂര്യവും, ശുക്രദശയിൽ വൈരക്കെല്ലും ധരിച്ചു കൊള്ളേണ്ടതാകുന്നു. പിന്നെ എല്ലാ ശനിയാഴ്ച തോറും തിങ്കളാഴ്ച തോറും ക്ഷേത്ര ദർശനവും ഇവർക്ക് ഏറ്റവും അനുകൂലമായി വരും. ഒപ്പം ദേവീ പൂജ, സർപ്പ പൂജ എന്നിവയെല്ലാം ഇവർ ഏത് കാലഘട്ടത്തിലും നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ഇവർക്ക് ഭാഗ്യ നമ്പരായി നാം സ്വീകരിക്കേണ്ടത് 7ഉം 1ഉം ആകുന്നു. ദിവസം വെള്ളി, വ്യാഴം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.